ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സോയയുടെ ഒരു പെപ്പർ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടമാകും. സോയ ഇഷ്ടമല്ലാത്തവർക്കും ഇഷ്ടമാകും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് സോയയാണ് എടുക്കുന്നത്. ഏകദേശം 3 കപ്പിന് മുകളിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വെള്ളം ഏകദേശം ഒന്ന് തിളയ്ക്കാറാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് സോയ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി സോയയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യണം. ഏകദേശം ഒരു 85-90% ഒന്ന് വേവാകുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് തണുത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞിട്ട് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു മസാല തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 കഷ്ണം നമ്മുടെ ഏലക്ക, ഒരു 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ സവാള, ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇത്രയും കൂടെ നല്ല ഫൈനായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ല രീതിയിൽ ചെറുതാക്കി തന്നെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇത് നന്നായിട്ട് മൂത്ത് വരേണ്ടതാണ്. അപ്പം നമ്മുടെ സമയവും ലാഭിക്കാം, അതുപോലെ തന്നെ കറിക്ക് സ്വാദ് കൂടുകയും ചെയ്യും. ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലപോലെ ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇനി നമ്മൾ ഫ്ലെയിമൊക്കെ നന്നായിട്ടൊന്ന് കുറച്ച് വെക്കുക. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കിനും അതാണ് നമുക്കിതിൻ്റെ അകത്ത് ഏറ്റവും മുമ്പിൽ നിൽക്കേണ്ട ആ ഒരു ടേസ്റ്റ്. അതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ ചേർത്തത്. ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പൊടികളുടെയൊക്കെ ആ ഒരു പച്ച മണമൊക്കെ നല്ലതുപോലെ മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കണം. അപ്പം തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം വേണം നമ്മളിതൊന്ന് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ നല്ലപോലെ ഒന്ന് മാറി വരുന്നത് നമുക്കറിയാൻ പറ്റും. ആ ഒരു സമയത്ത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ അത് ഒരു വട്ടം കൂടെ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കുക. അതിനുശേഷം നമ്മുടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരു 2 തക്കാളി ചേർത്ത് കൊടുത്താലും മതിയാകും. തക്കാളി ചേർക്കുമ്പോൾ മീഡിയം സൈസ് തക്കാളി ആയിരിക്കണം ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുകയും വേണം. ഇനിയിപ്പോൾ നമ്മൾ തൈര് ചേർത്തത് കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് സോയ ചേർത്ത് കൊടുക്കാവുന്നതാണ്. സോയ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ എല്ലാ സൈഡിലേക്കും ആ ഒരു മസാലയൊക്കെ ഒന്ന് എത്തത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് കൊടുക്കുക. ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മസാലയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. ഇനി ആ വെള്ളവും കൂടെ ചേർത്ത് വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ആ ഒരു സമയത്ത് നമ്മളിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 6-7 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ടെടുക്കണം. സോയയൊക്കെ നല്ലതുപോലെ ഒന്ന് കുക്കായി അതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്നുകൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. നമുക്കിതിൻ്റെ ഗ്രേവി എത്രത്തോളമാണോ വേണ്ടത് ആ ഒരു അളവിൽ വരുന്നത് വരെ കൈ എടുക്കാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നോൺ സ്റ്റിക്ക് പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് ഇളക്കി കൊടുത്താലും മതിയാകും. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് പച്ചമുളക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ കിട്ടുന്നത്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർത്തും ഓപ്ഷനിലാണ്. ഒരു ചെറിയൊരു തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതിയാകും. നല്ല രുചി തന്നെ ആയിരിക്കും ഈ ഒരു സമയത്ത് തക്കാളി ജസ്റ്റ് ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിള്ളേർക്ക് അതൊട്ടും തന്നെ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കാതിരുന്നത്. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. നമ്മുടെ സോയയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉപ്പും പുളിയും ആ ഒരു ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. തീർച്ചയായും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ഒന്നുകൂടെ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ആക്കിയതിന് ശേഷം നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പം ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ രുചികരമായി കഴിക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി തീർച്ചയായും എല്ലാവരും ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. നമ്മുടെ കൂട്ടുകാർ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത്. ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും.
അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു വീഡിയോയോ വ്ളോഗോ ഒക്കെ ആയിട്ട് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.